ദക്ഷിണ കൊറിയയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇതൊരു യാദൃശ്ചികതയല്ല എന്ന് മനസ്സിലാക്കാനാകും. റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ആദ്യ പ്രസിഡന്റ് സിഗ്മാൻ റീ മുതൽ തുടങ്ങുന്നു ഈ ദുരന്ത പരമ്പര. 1960-ൽ നടന്ന ഒരു ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അദ്ദേഹത്തിന് രാജ്യം വിടേണ്ടി വന്നു. ഹാവായിൽ അഭയാർത്ഥിയായാണ് അദ്ദേഹം മരിച്ചത്. അടുത്തതായി വന്ന പാക് ചുങ് ഹി നീണ്ട 18 വർഷം രാജ്യം ഭരിച്ചു. എന്നാൽ 1979-ൽ സ്വന്തം ഇന്റലിജൻസ് ചീഫിന്റെ വെടിയേറ്റാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന് ശേഷം വന്ന ചുന്ന ഡൂഹ്വാനും റോത്തെ വൂവും അഴിമതിയുടെയും രാജ്യദ്രോഹത്തിന്റെയും പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ജനാധിപത്യം ശക്തിപ്പെട്ട കാലത്തും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ല എന്നതാണ് അത്ഭുതം. ഇനി നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള സമീപകാലത്തെ ചില സംഭവങ്ങൾ പരിശോധിക്കാം. 2009-ൽ മുൻ പ്രസിഡന്റ് നോ മോ ഹ്യൂൻ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്തതായിരുന്നു ഒരു സംഭവം. അന്നത് വലിയ വാർത്തയായിരുന്നു. പിന്നീട് വന്ന പാക് ചുങ് ഹിയുടെ മകൾ പാക് ഗുൻ ഹെ ദക്ഷിണ കൊറിയൻ ചരിത്രത്തിൽ ആദ്യമായി ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റായി. അഴിമതിയും അധികാര ദുർവിനിയോഗവും വഴി 24 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്കാണ് അവർ വിധിക്കപ്പെട്ടത്. തൊട്ടു പിന്നാലെ ലിവ് മ്യൂങ് ബാക്കും ജയിലിലായി. ഇപ്പോൾ പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. അപ്രതീക്ഷിതമായി മാർഷൽ ലോ പ്രഖ്യാപിച്ചതും പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്നതും അദ്ദേഹത്തെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷം അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു. ഈ ദുരന്ത പരമ്പരയിലെ അടുത്ത പേര് യൂണിന്റേതാകുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.